ഒരു സ്ത്രീ എങ്ങനെയാണ് ഒരു മന്ത്രവാദിനി ആയിത്തീരുന്നതെന്നറിയാവോ? വായിക്കുന്തോറും അർത്ഥങ്ങൾ മാറി വരുന്ന ഒരു പുസ്തകം. വായിക്കുന്ന ആളുടെ ഭാവനയ്ക്കനുസരിച്ച് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പുസ്തകം. പല പ്രാവശ്യം വായിച്ചാൽ പോലും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്തൊരു പുസ്തകം. ആ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. കഴിഞ്ഞ മാസം, അതായത് ജൂലൈ 17-നാണ് കൃത്യമായി പറഞ്ഞാൽ ഞാൻ ഈ പുസ്തകം വായിച്ചു തുടങ്ങിയത്. വായിച്ച് തീർന്നത് ഇന്നലെ രാത്രി. ഉടൻ തന്നെ നിങ്ങൾക്കായിട്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാണ്. പുസ്തകത്തിൻ്റെ പേര് ഇതാണ്: പോർട്ട് ബെല്ലോയിലെ മന്ത്രവാദിനി, അല്ലെങ്കിൽ ദ വിച്ച് ഓഫ് പോർട്ട് ബെല്ലോ. ഈ വീഡിയോയിൽ പല സ്പോയിലേഴ്സും ഉണ്ട്. സോ കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം തുടർന്ന് കേൾക്കുക. അദീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടീനെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അദീനയുടെ അമ്മ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഒരു അനാഥാലയത്തിൽ ഉപേക്ഷിക്കുന്നു. അവിടെ നിന്നൊരു സ്ത്രീയും അവരുടെ ഭർത്താവും ഇവളെ ദത്തെടുക്കുന്നു. പിന്നീട് അദീനയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ്? ഇത് പറയുമ്പോൾ സാധാരണ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അദീനയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. സന്തോഷമുള്ളൊരു കുടുംബം, പഠിക്കുന്നു, വിവാഹം കഴിക്കുന്നു, കുട്ടിയുണ്ടാകുന്നു, അങ്ങനെ. പക്ഷേ അതിനപ്പുറത്തേക്കും അദീനയുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതൊരിക്കലും ഒരു സാധാരണ പെൺകുട്ടിയുടെ കഥ അല്ല. ഇതിൽ അദീന സ്വയം ഞാൻ എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതിനിടയിൽ എദ്ദ എന്ന് പറയുന്ന അവളുടെ ഗുരു, എദ്ദയുടെ ഗുരുവായിട്ടുള്ളൊരു കൊല്ലൻ, അദീനയുടെ സ്വന്തം അമ്മ, വളർത്തമ്മ, അച്ഛൻ, മകൻ, ഭർത്താവ്, ശിഷ്യയുടെ കാമുകൻ എന്നിവരുടെയൊക്കെ വ്യൂ പോയിൻറ്റിലൂടെ അവർ അദീനയെ പറ്റി പറയുകയാണ്. ഇതുപോലെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഒരു ഡോക്യുമെൻ്ററി കാണുന്ന പോലെ ഉള്ളൊരു പുസ്തകം. ഇതിൽ തന്നെ പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ കണ്ണിലൂടെ നോക്കിയാൽ മാത്രമാണ് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുമെന്ന്. അത് ശരിവെക്കും പ്രകാരം തന്നെയാണ്. പല മനുഷ്യരുടെ കാഴ്ചപ്പാടിലൂടെയാണ് അദീനയെ കഥാകാരൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഭക്തിമാർഗത്തിലായിരുന്നു അദീനയുടെ പ്രവർത്തികളെല്ലാം. പക്ഷെ പിന്നീട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യം കാരണം അദീനയുടെ പ്രാർത്ഥനാ രീതികളും പ്രാർത്ഥനാ മൂർത്തിയും മാറി വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരാൾ മാറ്റുന്നുണ്ട്. ഞാൻ എന്താണെന്ന ചോദ്യം ചോദിച്ച് അവസാനം ജീവിതത്തിൽ നിന്നുള്ളൊരു ഒളിച്ചോട്ടത്തിൽ വരെ അദീന എത്തിച്ചേരുന്നുണ്ട്. പല രീതിയിൽ നമുക്ക് അദീനയെയും അവളുടെ പ്രവർത്തികളെയും വിമർശിക്കാം. ഇനി സൈക്കോളജിക്കൽ അപ്രോച്ച് നമ്മൾ ചെയ്യുമ്പോൾ അദീന എന്ന് പറയുന്ന വ്യക്തി എന്തായിരുന്നു എന്നൊന്ന് നോക്കാം. മകനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മരണം വരെ ഫേക്ക് ചെയ്തൊരു അമ്മയായിരുന്നു. സ്വകാര്യ സ്വപ്നങ്ങൾക്കും ജീവിത സത്യത്തിനുമിടയിൽ പോരാടിയ ഒരു സ്ത്രീയായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഒരു വിശുദ്ധയായി തീരണം എന്ന് സ്വപ്നം കണ്ടവളായിരുന്നു. തന്നെ പ്രസവിച്ച ഉടൻ തന്നെ അമ്മ ഉപേക്ഷിച്ചു എന്ന സത്യം തിരിച്ചറിഞ്ഞ് ഒരു മകനെ പ്രസവിച്ച് താൻ എന്നും കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകണം എന്ന് ആഗ്രഹിച്ചവളാണ്. ഒരു ജീവിതം മുഴുവൻ നിശബ്ദയായിട്ട് വേദന കടിച്ചിറക്കിയവളാണ്. വിശ്രമ സമയങ്ങളെ പേടിച്ചിട്ട് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടിരുന്നവളാണ്. ഇനി പ്രകൃതി ആകുന്ന അമ്മ സങ്കല്പത്തെയാണ് ആരാധിച്ചത്. ചെയ്യാത്ത തെറ്റിന് പഴി വാങ്ങേണ്ടി വന്നവളാണ്. തൻ്റെ കഴിവുകൾ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാത്തവളായിരുന്നു. ഇതൊക്കെയായിരുന്നു അദീന. അമ്മ ഉപേക്ഷിച്ച അനാഥയാണെന്ന ചിന്ത എന്നും അദീനയിലുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ അതാകാം മറ്റുള്ളവരുടെ അംഗീകാരത്തിനായിട്ട് ഒരു പുണ്യാളത്തി ആകണം എന്ന് ചെറുപ്പം മുതലേ അവൾ ആഗ്രഹിച്ചത്. ഉപബോധ മനസ്സിലെ അവളുടെ ആ വിശ്വാസം അവൾ പോലും അറിയാതെ അവളൊരു പുണ്യാളത്തിയാക്കി തീർത്തു. പക്ഷേ സമൂഹത്തിൽ ചിലർക്ക് അവളൊരു മന്ത്രവാദിനിയായി മാറി. പൗലോ കൊയ്ലോ എന്ന എഴുത്തുകാരൻ്റെ ഭാവനയും ചിന്താശേഷിയൊക്കെ മനസ്സിലാക്കാൻ ആൽക്കെമിസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകം മാത്രം മതി. സ്വയം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് ജീവിക്കാൻ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഒത്തിരി സഹായിക്കും. അത്തരത്തിൽ ഈ പുസ്തകത്തിലും അദ്ദേഹം ചില ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ലോകവുമായി പൊരുത്തപ്പെട്ടു പോകാത്തവരെയാണ് ഭ്രാന്തന്മാരായിട്ട് സമൂഹം വിലയിരുത്തുന്നത്. പല ബന്ധങ്ങളിലും അവർ എന്താണ് ചെയ്യുന്നതെന്ന് ഇരു കൂട്ടർക്കും അറിയാം. പക്ഷേ എന്നാലും പിന്നീട് അവരിൽ ഒരാൾ താൻ ഉപയോഗിക്കപ്പെടുകയായിരുന്നു എന്ന് പരാതിപ്പെടാനുള്ള സാധ്യതയുണ്ട്. വഴി കാട്ടുകയല്ല, പിന്തുടരേണ്ട പാതയിലേക്ക് നയിക്കുന്ന സൂചനകളും അടയാളങ്ങളും മാത്രമാണ്
പ്രപഞ്ചമാതാവ് നമുക്ക് ദാനം ചെയ്യുന്നത്. നമ്മുടെ പൂജാവിഗ്രഹം തിരഞ്ഞെടുക്കാനുള്ള അധികാരം നമ്മളിൽ തന്നെയാണ്. എല്ലാം ചലിക്കുന്നു, ചലിക്കുന്നവ നാദം സൃഷ്ടിക്കുന്നു. ഈ നിമിഷം ഇവിടെ സംഭവിക്കുന്നതെല്ലാം ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതേ താളലയമനുസരിച്ച് സംഭവിക്കുന്നുണ്ട്. സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് മനുഷ്യന് വിശ്രമിക്കാനാകൂ. ഞാൻ എത്തിച്ചേർന്നു എന്ന് വിശ്വസിക്കുക. നിന്റെ കഴിവുകളിലും നീ വിശ്വസിക്കുക. നീ പ്രവർത്തിക്കുമ്പോൾ നിശബ്ദമായ ഒരു പുഴ പോലെ മറ്റൊരു ശക്തിക്ക് സ്വീകരിക്കാൻ സ്വയം തുറന്നു കൊടുക്കണം. ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കാതെ വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ആഹ്ലാദവാനാണെന്ന ആശയം അംഗീകരിക്കില്ല. സന്തോഷം അനായാസം സാധ്യമാകുന്നതാണ്, പക്ഷേ വേഗം മടുപ്പിക്കുന്നതാണ്. എന്നാൽ സ്നേഹം മാത്രം മതിയെന്നതും അസാധ്യമാണ്. ഇനി ആഗ്രഹം എന്നത് ഒരേ സമയം ഒരു കെണിയുമാണ്, നിർവൃതിയുടെ ഉറവിടവുമാണ്. ഇനി മറ്റുള്ളവരുടെ കണ്ണിലൂടെ നമ്മെ കാണുമ്പോഴാണ് നമ്മെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഭൗതിക ലോകത്തിനും ആത്മീയ ലോകത്തിനും ഇടയിലുള്ളതാണ് ഓറ. സമ്പർക്കത്തിലൂടെ നമ്മൾ പഠിക്കുന്നു. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വന്തം വഴിയിലൂടെ വേണം സഞ്ചരിക്കാൻ. ഓരോരുത്തരുടെയും ലക്ഷ്യവും പാതയും വ്യത്യസ്തമാണ്. നീ ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കുക, നിനക്ക് സകലതും വെളിപ്പെടും. സ്നേഹത്തെ അന്വേഷിക്കേണ്ട, സ്നേഹം വന്നണയും. എനിക്കറിയാം, ഒരിക്കൽ കൂടി ഈ പുസ്തകം വായിച്ച് ചിലപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ വ്യത്യാസം വരും. കാരണം ഇത് അത്ര ഒരു ബുക്കാണ്. ഇനി ഫിലോസഫിക്കൽ ടോപ്പിക്കിലൊക്കെ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. പക്ഷേ തുടക്കക്കാർക്കും ഒരു റിയലിസ്റ്റിക് തോട്ട്സ് ഫോളോ ചെയ്യുന്നവർക്കൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. നല്ലൊരു വായന അനുഭവമാണ്. കഴിയുന്നവർ വായിക്കുക. ഇനി താല്പര്യമുള്ളവർ ചാനലിൽ കയറി നോക്കുക. ഇതുപോലെ ഒരുപാട് ടോപ്പിക്കിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ചാനൽ ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് വരാം. ബൈ.